ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും വന്നിട്ടുണ്ട് കുറച്ച് ജോബുകളുമായിട്ട്. അപ്പോൾ നേരത്തെ തന്നെ എല്ലാവരോടും പറയാനുള്ളത്, ആരും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അത് അയച്ചോ എന്ന് ചോദിക്കണ്ട. കാരണം എൻ്റെ വാട്സപ്പ് ആൾറെഡി പ്രോബ്ലത്തിലാണ് ഉള്ളത്. ഫോർവേഡിങ് മെസ്സേജ് കൂടിയതുകൊണ്ട് എനിക്ക് വാർണിംഗ് തന്നു, വീണ്ടും വാർണിംഗ് തന്നു, ലാസ്റ്റ് എൻ്റെ ബാൻ ചെയ്തു വാട്സപ്പ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും റിവ്യൂ പോയിട്ടാണ് എനിക്ക് ആ വാട്സപ്പ് തിരിച്ച് കിട്ടിയത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഫോർവേഡിങ് മെസ്സേജ് ചെയ്യാത്തത്. ദയവ് ചെയ്ത് ആരും എനിക്ക് മെസ്സേജ് അയക്കണ്ട. ഞാൻ ഇന്ന് പറയുന്ന ജോബ് വേക്കൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ യൂട്യൂബിൽ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിലുണ്ടാവും, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്സപ്പ് പ്രശ്നമായതുകൊണ്ടാണ് എനിക്ക് ആ നമ്പർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്ന വേക്കൻസികൾ നോക്കാം. ഒമാനിലൊരു കോഫി ഷോപ്പിലോട്ട് ക്ലബ് സാൻഡ്വിച്ചും ജ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്ക് വേക്കൻസി ഉണ്ട്. പിന്നെ വേറെ ഒരു വേക്കൻസി ഉണ്ട്. മൾട്ടി ബ്രാൻഡ് കമ്പനിയായ ഗ്യാരേജിലോട്ട് കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട്. കാർ മെക്കാനിക്ക്, പെയിൻറ്റർ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഗ്യാരേജിക്കും ഇതുപോലെ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാർ ഡീലർ കമ്പനിക്ക് ഒരു ബ്രാഞ്ച് മാനേജറെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ഓരോന്നായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതേപോലെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ 2 കമ്പനിക്ക്, അങ്ങനെ ഒരു കമ്പനിക്ക് ഒരാളും വേണം, വേറൊരു കമ്പനിക്ക് 2 ആളും. അതിൻ്റെ വേക്കൻസി ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ ഒരു കമ്പനിക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി ഉണ്ട്. പിന്നെ അതേപോലെ വെയർ ഹൗസിൽ ഒരു ഹെൽപ്പർ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം. അക്കൗണ്ടൻ്റെ 2-3 വേക്കൻസികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടോ ഒക്കെ നിങ്ങൾ CV അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ എല്ലാം ഡീലാക്കുക. പിന്നെ വന്നിട്ട് നിങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടാണ് ആ ജോലി കയറിയത്, അത് പ്രശ്നമാണെന്ന് മാത്രം ആരും പറയരുത്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്. അതേപോലെ ആരെങ്കിലും പേയ്മെൻറ്റോ കാര്യങ്ങളോ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പേയ്മെൻറ്റ് ഇല്ലാത്ത വേക്കൻസികൾ ഇനിയും വരും. ഞാൻ മാക്സിമം പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരാൻ പറ്റുന്ന വേക്കൻസികളുണ്ടെങ്കിൽ ഞാനത് വീണ്ടും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ ജോബ് അയച്ചു തരുന്നവരോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളിത് പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണോ അല്ലയോ എന്താണെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരെല്ലാം ഷാപ്പ് അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് എടുക്കാറ്. കാരണം എനിക്കറിയാം പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാം നിങ്ങൾ നല്ല ആലോചിച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ ഏജൻറ്റോ ഇല്ലെങ്കിൽ വിസ കച്ചവട പരിപാടിയോ കാര്യമൊന്നുമല്ല. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്താ പറയുക, നിങ്ങൾ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ജോബ് വേക്കൻസി വരുമ്പോൾ എൻ്റെ യൂട്യൂബിൽ മാത്രമായിരിക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. കാരണം ഇൻസ്റ്റയിൽ ചെയ്യുമ്പോഴും റിപ്പോർട്ട് അടിക്കുന്നുണ്ട്, അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഷെയർ ചെയ്യുക. ബൈ.